മലയാള സിനിമയിൽ ക്രൈസ്തവ പ്രതീകങ്ങൾ അപമാനിക്കപ്പെടുന്നത് തുടർക്കഥയാവുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്തും വിളിച്ചു പറയാം എന്നുള്ള സാഹചര്യം ക്രൈസ്തവ സഭയ്ക്കെതിരെ നിൽക്കുകയാണ്. ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ പ്രതീകങ്ങൾക്കെതിരെ നിൽക്കുകയാണ്. മലയാള സിനിമയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രത്തിനിടയിൽ നിരവധി സംഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. പള്ളിയിലെ അച്ഛനെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ വികാരിയെ നിയമിക്കുന്നത് ആ രൂപതയുടെ മെത്രാനായിരിക്കെ 2 കള്ളന്മാർ വേഷം മാറി ഒരു പള്ളിയിലെത്തുന്ന കഥ പറഞ്ഞ റോമൻസിന്റെ കാലഘട്ടം തുടങ്ങി. ആദം ജോൺ എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം, പൃഥ്വിരാജിന്റെ സിനിമ, ലൂസിഫർ എന്ന ക്രൈസ്തവ വിശ്വാസത്തെ, ദൈവവിശ്വാസത്തെ ആക്രമിച്ചുകൊണ്ടുണ്ടായ ലൂസിഫർ സിനിമ, ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന എമ്പുരാൻ എന്ന സിനിമയും വളരെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ക്രൈസ്തവ പ്രതീകങ്ങളെ അപമാനിച്ചുകൊണ്ടിറക്കിയ ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗം എന്ന പേരിൽ പുറത്തിറങ്ങിയ എമ്പുരാനിൽ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഭാരതത്തിന്റെ സാമൂഹ്യ പരിപ്രേക്ഷ്യത്തിൽ സംഭവിച്ചു പോയ ചില തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതാണ്ട് 2 ഡസൻ കട്ടുകൾ വരുത്തി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. സിനിമയിൽ പലയിടത്തും ക്രൈസ്തവ പ്രതീകങ്ങൾ അപമാനിക്കപ്പെടുകയാണ്. ദൗർഭാഗ്യവശാൽ അത്തരം വിഷയങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ക്രൈസ്തവ സഭയെ സംരക്ഷിക്കണം എന്നും വോട്ട് ബാങ്കാണ് എന്ന് പറഞ്ഞു വരുന്ന ഈ കട്ട് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും തമസ്കരിക്കുന്നു എന്ന വേദനാജനകമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ക്രൈസ്തവ നാമങ്ങളിൽ സിനിമകൾ ഉണ്ടാക്കുക, ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ക്രൈസ്തവ നാമങ്ങളെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കാശുണ്ടാക്കിയെടുക്കുക, പലപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങളിലെ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ, പ്രത്യേകിച്ച് സഭാവിശ്വാസികളുടെ പ്രതികരണങ്ങളൊക്കെ നേർത്തതാവാറുണ്ട്. അത് തിയേറ്റർ അടിച്ചു പൊളിക്കുന്നതും തിയേറ്റർ കത്തിക്കുന്നതും ഇതിന്റെ അണിയറ പ്രവർത്തകരെ ആക്രമിക്കുന്നതൊന്നും ക്രിസ്തീയമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. പക്ഷെ അത് പലപ്പോഴും ബലഹീനതയായി തിരിച്ചറിയുന്ന ഇത്തരം ആളുകൾ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുമ്പോൾ പ്രതികരിക്കാതെ തരമില്ലല്ലോ. ലൂസിഫർ എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ പിശാചിന്റെ പ്രതീകമാണ്. ദൈവീക സങ്കല്പത്തെ, ഏകദൈവ സങ്കല്പത്തെ, ഏകദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ പൂർത്തിയായ രക്ഷാകര ചരിത്രത്തെ കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പൈശാചികതയുടെ അധിനിവേശം കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു 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 ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു ലൂസിഫർ സിനിമയിലൂടെ മുന്നോട്ട് വെച്ചത്. ലൂസിഫർ സിനിമ കളക്ഷൻ ഉണ്ടാക്കി എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നിർമ്മാതാവ് തരക്കേടില്ലാത്ത പൈസ ഏൺ ചെയ്തു. അത് യൂദാസിന്റെ 30 വെള്ളിക്കാശിനേക്കാൾ ആയിരുന്നു എന്നതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും പുറത്തു വരുന്നത്. ലൂസിഫറിന്റെ കണക്ക് ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റുകാരന്റെ ആ യൂദാസിന്റെ പണത്തിന്റെ കിലുക്കം അത് കൈപ്പറ്റിയവരെ ഭ്രമിപ്പിക്കുന്നില്ല എന്നതാണ് ഇന്ന് നാം തിരിച്ചറിയുന്നത്. ആദം ജോൺ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് തുടങ്ങിവെച്ച സഭാവിരുദ്ധതയെ, അല്ലെ വിശ്വാസ വിരുദ്ധതയെ ഇലുമിനാറ്റി എന്ന ഓമന പേരിട്ടുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇലുമിനാറ്റി എന്നത് വിശ്വാസ വിരുദ്ധമാണ് എന്നതാണ് പഠനങ്ങൾ. അത് ഒരു വിശ്വാസ സമൂഹത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി സിനിമയെ നിർമ്മിക്കുന്നതിൽ, അതിൽ വിജയിക്കുന്നതിൽ, സാമ്പത്തിക സമാഹരണത്തിൽ വിജയിക്കുന്നതിലും മാർക്കറ്റിങ്ങിലും പൃഥ്വിരാജ് വിജയിച്ചു നിൽക്കുമ്പോൾ
അതിൽ വേദനിച്ച ഒരു സമൂഹം നിശബ്ദരായിരുന്ന കാലഘട്ടത്തിൽ ദാ ഇന്ന് എമ്പുരാനിൽ വന്നു നിൽക്കുമ്പോൾ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ അമ്മ എന്റെ മകനെ വേദനിപ്പിച്ചു എന്ന് നാട്ടുകാരുടെ മുന്നിൽ കരഞ്ഞ് സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മകൻ നടത്തിയ ഇലുമിനാറ്റി അഥവാ വിശ്വാസ വിരുദ്ധത ചർച്ച ചെയ്യാതെ അമ്മ പോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേൽ കടന്നു കയറിക്കൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ലോകമെമ്പാടും 130 കോടി ജനങ്ങളിൽ അധികം വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രതീകം തലകുത്തി വീഴുന്നത് കാണുമ്പോൾ പ്രേക്ഷകരെ കൈയടിപ്പിക്കുവാൻ വിരുദ്ധനായ ആ സിനിമയുടെ ഡയറക്ടർ പൃഥ്വിരാജ് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഇതാ തലകുത്തി വീഴുകയാണ്. എക്കാലവും അധാർമികതയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ മുഴുവൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ കഥാപാത്രം എമ്പുരാനിലും ലൂസിഫറിലും ഒക്കെ കഥാപാത്രമായി എത്തിയതാണ്. ഈ വിശ്വാസ വിരുദ്ധമായ ഇത് മോഹൻലാൽ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ നിർഗുണനായ അഭിനേതാവ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ പരമമായ രാജ്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന വ്യക്തി കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വരഹിതമായ പ്രവർത്തനവും ചർച്ച ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ പൃഥ്വിരാജ് തന്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേൽ അതിനെ വക്രീകരിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് ചേർന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഏതാണ്ട് 40 വർഷക്കാലത്തിനിടയിൽ മലയാള സിനിമയുടെ ഭാഗമായിരുന്ന ഒരാൾ ഇത്തരം ഇലുമിനാറ്റി അഥവാ വിശ്വാസ വിരുദ്ധതയുടെ ഭാഗമാകുന്നു എന്നതും നാം കാണാതെ പോകാൻ പാടില്ല. പൃഥ്വിരാജിലും മോഹൻലാലിലും മാത്രമല്ലല്ലോ ഈ ക്രൈസ്തവ വിരുദ്ധത സിനിമയിലൂടെ വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഫോർട്ട് കൊച്ചി മാഫിയ അല്ലാതെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്ന ഒരു സിനിമാ ലോകത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നുണ്ട്. കള്ളപ്പണ ഇടപാടുകളുടെ കേന്ദ്രങ്ങൾ എന്നൊക്കെ മലയാള സിനിമയെ കേൾക്കുവാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മലയാള സിനിമ ഈ നാടിനോട് സംവദിച്ചു കൊണ്ടിരുന്ന മാധ്യമമാണ്. ഈ നാട്ടിലെ പല പ്രശ്നങ്ങളെയും വളരെ സർഗാത്മകമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച മലയാള സിനിമയിൽ ഒരു സമൂഹത്തിന്റെ മേലുള്ള കുതിരകയറ്റത്തിന്റെ ഭാഗങ്ങൾ കടന്നെത്തുന്നു എന്നത് നമുക്ക് നിർദോഷമായി കാണാൻ സാധിക്കുകയില്ല. അവസാന എമ്പുരാനിൽ മലയാള സിനിമാ ലോകം എത്തി നിൽക്കുമ്പോൾ അടി മുതൽ മുടി വരെ ക്രൈസ്തവ വിരുദ്ധത അഥവാ ഇലുമിനാറ്റി അല്ലെ വിശ്വാസ വിരുദ്ധത അഥവാ ഇലുമിനാറ്റി കടത്തിക്കൊണ്ടുവന്ന ക്രൈസ്തവ പ്രതീകങ്ങളെ അപമാനിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒന്നൊന്നായി കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ ഉയർത്തിവെച്ച മുഴുവൻ ബിംബങ്ങളും തകരുന്ന തരത്തിലേക്ക് അണിയറ പ്രവർത്തകർ ഓരോരുത്തരായി കുപ്പുകുത്തുകയാണ്. ഇത് കാലം കാത്തുവെച്ച നീതി മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മലയാള സിനിമയിൽ ക്രൈസ്തവ പ്രതീകങ്ങളെ അപമാനിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ സൃഷ്ടിച്ചവരുടെ മുന്നിൽ ഇതാ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ കാലം കണക്ക് ചോദിക്കുകയാണ്. സിനിമയുടെ പ്രൊഡക്ഷന്റെ ഭാഗം തുടക്കത്തിൽ പോലും ആകാതിരുന്നയാൾ അവസാനം വന്നു കയറിയ ആൾ പോലും ഇന്ന് പ്രശ്നങ്ങളിലാണ്. ഇത് ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസ വിരുദ്ധതയ്ക്ക് കിട്ടിയ തിരിച്ചടി എന്ന് വിലയിരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ സഭയ്ക്കോ സമുദായത്തിനോ കൈവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഈ നടത്തുന്ന വിശ്വാസ വിരുദ്ധതയ്ക്ക് കാലം കണക്ക് ചോദിച്ചു തന്നെ പോവുകയുള്ളൂ.